ഇപ്പൊ ഏതായാലും അണ്ണാക്കിലോ കയറ്റി വെച്ചപ്പോ അവന് മതിയായോ? ഒരു 23 മിനിറ്റ് നമുക്ക് വേണ്ടി വന്നുള്ളൂ പാകിസ്ഥാൻ ഇത്ര കൈകാര്യം. 1 മണിക്കൂർ കിട്ടിയാൽ മരുന്നമാരെ കത്തിച്ചേക്കണം. വേറെ ഒന്നും നോക്കരുത്. ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഇന്ത്യ തൊട്ട് കളിക്കുന്നവരെ വെച്ച് വഴിക്കാൻ പറ്റത്തില്ല. ചൈന ആയാലും ഏത് രാജ്യമായാലും, പാകിസ്ഥാനായാലും ഏത് രാജ്യമായാലും. ഇപ്പൊ ഇവിടെ വന്ന് വൈഫ് വിളിച്ച് ഒന്നും കൂടെ പറഞ്ഞു, തകർക്കുവാന്ന് പറഞ്ഞു. ഇന്ത്യ കയറി അങ്ങ് തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. കുറെ കാലം കൊണ്ട് അവൻ കിടന്നങ്ങ് വിളയുക. നമ്മൾ ഇന്ത്യക്കാരൻ വേണ്ട നമ്മൾ വെച്ചെടുത്തിട്ട് കുറെ കാലം കൊണ്ട് അവനൊക്കെ കിടന്നങ്ങ് വിളയുക. ഇപ്പൊ ഏതായാലും അണ്ണാക്കിലോ കയറ്റി വെച്ചപ്പോ അവന് മതിയായോ? അങ്ങനെ വേണം. അതാണ് നമ്മുടെ രാജ്യം. പിന്നെ അല്ലാതെ ഇന്ത്യക്ക് എതിരെ കളിക്കുന്ന യവനം ആയാലും അവനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കും. ഇവിടെ നിന്നാണ് തകർക്കുന്നത്. നല്ല നമ്മുടെ കളി നമ്മളോടാണ് കളി. പാകിസ്ഥാനെ ചൈന എന്ത് അവൻ ഡ്യൂപ്ലിക്കേറ്റ് സാധനം. അപ്പൊ ഇന്ത്യയുടെ മുമ്പിലൊക്കെ അവൻ വെറും ചീപ്പ്, വെറും കളിപ്പാട്ടം. എന്തുവാ? ഒന്നുമല്ല. ഞാൻ വെളുപ്പിനെ ഒരു 4 മണിക്ക് അറിഞ്ഞു. പിന്നെ അല്ല, 4 മണിക്കേ അറിഞ്ഞു. TV വെച്ചപ്പോഴല്ലേ സംഭവം അറിയുന്നേ. TV വെച്ച സംഭവങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മാർക്കറ്റിലോട്ട് വരണം എന്നുകൊണ്ട് തിടക്കത്തിലായതുകൊണ്ട് കുറേ നേരം കണ്ട് അത് കഴിഞ്ഞിട്ട് മതിയാക്കി. പിന്നെ ഇവിടെ വന്ന് വൈഫ് വിളിച്ച് ഒന്നും കൂടെ പറഞ്ഞു, തകർക്കുവാന്ന് പറഞ്ഞു. ഇന്ത്യ കയറി അങ്ങ് തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. മരുന്നമാരെ കത്തിച്ചേക്കണം. വേറെ ഒന്നും നോക്കരുത്. ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. നമ്മുടെ 26 ജീവനുകളാണ് എടുത്തത്. അതിന് പ്രതികാരമാണ് നമ്മൾ വീട്ടിൽ. സന്തോഷമാണ്. നമ്മളെ തൊട്ടാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ തൊട്ടാൽ തിരിച്ചടിച്ചിരിക്കും. യാതൊരു മാറ്റവും ഇല്ല. അതിന് വിഷമിച്ചിട്ടൊന്നും കാര്യം ഒരു വിഷമവും ഇല്ല. ഒരു വിഷമിച്ചിട്ടും കാര്യമില്ല. തിരിച്ചടിച്ചേക്കണം. അതാ ഉറപ്പ്. അടിക്കാൻ പോയത് അല്ല, നമ്മളെ നോയിച്ചാൽ നമ്മൾ നോയിച്ചിരിക്കും. അമ്മയെ പോലുള്ളവരൊക്കെ വേണ്ടത്. തീർച്ചയായിട്ടും അമ്മയെ പോലെ ഉറച്ച മനസ്സുള്ളവരൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ. തീർച്ചയായിട്ടും വേണം. അല്ലാതെ അടിച്ചാ വിഷമോന്ന് പറയുമല്ല. അല്ല, നമ്മളെ അടിച്ചാ നമ്മൾ അടിച്ചിരിക്കും. അടിക്കണം, അടിച്ചിരിക്കും, ഉറപ്പാ. കാരണം പാവപ്പെട്ട ഒന്നും അറിയാത്ത നമ്മളെ പോലുള്ള സാധാരണക്കാരെ ആൾക്കാരാ കൊല്ലപ്പെട്ടത്. നിരപരാധികൾ, ഒന്നും അറിയാത്തവര്, സ്ത്രീകളായാലും ശരി, കുഞ്ഞുങ്ങളായാലും ശരി, ഇങ്ങനെയുള്ളവർ ഒരുപാട് പേര്. അപ്പോൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുക. കാരണം നമ്മളൊന്നും ചെയ്യാതിരിക്കുമായിരുന്നു. നമ്മൾ നിരപരാധിയായിരുന്നു. അവരിങ്ങോട്ട് അടിച്ചു, നമ്മൾ തിരിച്ചങ്ങോട്ട് ആക്രമിക്കുന്നു. അതിനിപ്പോൾ എന്ത് പ്രശ്നമായാലും തിരിച്ച് നമ്മളത് ചെയ്തിരിക്കും. നമ്മളെ ചൊറിഞ്ഞ് നമ്മളെ കയറി മാറ്റി. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അതിന് നല്ലൊരു പേരുമാണ് സിന്ദൂരം. നമ്മുടെ ഇന്ത്യ തൊട്ട് കളിക്കുന്നവരെ വെച്ച് വഴിക്കാൻ പറ്റത്തില്ല. ചൈന ആയാലും ഏത് രാജ്യമായാലും, പാകിസ്ഥാനായാലും ഏത് രാജ്യമായാലും നമ്മുടെ ഇന്ത്യൻ മക്കളെ തൊട്ട് കളിക്കാൻ പാടില്ല. ഇന്ത്യന് അത്രയ്ക്ക് ഗാംഭീര്യമുള്ള ജാതി മതോ ഭേദം ഒന്നുമില്ല. ഇവിടെ ഒന്നാണ്. ഞാൻ ഗാന്ധി ഭവനിൽ വർക്ക് ചെയ്യുന്ന ഒരു കിച്ചൺ സ്റ്റാഫാണ്. അത് മതഭേദം ഇല്ലാത്തതാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യ തൊട്ട് കളിച്ച ആരായാലും അത് വെറുതെ വിടാൻ പാടില്ല. തീർത്തേക്കണം. ജയ് ഹിന്ദ്. സന്തോഷമായോ? വളരെ സന്തോഷം. കാരണം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ പെറ്റമ്മയ്ക്ക് ഒരു പോറൽ വീണാൽ നമ്മൾ തിരിച്ചടിച്ചിരിക്കും. നമ്മൾക്ക് ചില അനൈക്യം, നമ്മളൊരു കുടുംബമാകുന്ന ഒരു അനൈക്യം ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ സ്വാഭാവിക. ഇന്ത്യ എന്ന വികാരം ഓരോ ഭാരതീയന്റെയും ഒരു പ്രത്യേകമായ ഒരു വികാരമാണ്. ഒരു 23 മിനിറ്റ് നമുക്ക് വേണ്ടി വന്നുള്ളൂ പാകിസ്ഥാൻ ഇത്ര കൈകാര്യം. 1 മണിക്കൂർ കിട്ടിയാൽ ഇന്ത്യൻ സൈന്യം, നമ്മുടെ പൂർവികരായിട്ടുള്ള പ്രധാനമന്ത്രിമാർ, അതായത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ഇപ്പം നരേന്ദ്രമോദിയെ നമ്മൾ പ്രശംസിച്ചേ പറ്റൂ. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ കൃത്യമായ ഒരിടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വളരെ അഭിനന്ദനാർഹം. വളരെ 26 പേരുടെ ജീവൻ, അതിനുള്ള കൃത്യമായ തിരിച്ചടിയാണ്. ഓരോ ഭാരതീയന്റെയും ശിരസിൽ ഒഴുകുന്ന രക്തം അത് ഇന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഈ വാർത്ത ശ്രവിച്ചപ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടായി. സത്യം, ആസ് എ ഇന്ത്യൻ ഞാൻ അഭിമാനം കൊള്ളുന്നു ഒരു ഭാരതീയനാണ്.